പറയുന്നത് കേൾക്കും മീരെ, എന്നെ നോക്കണ്ട. നിനക്ക് ഇവിടെ നിന്നും മാറി നിൽക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചു ദിവസം അവിടെ പോയി നിന്നോ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ദേവൻ അവളുടെ നെറുകിലൂടെ തലോടിക്കൊണ്ട് വീണ്ടും പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ദേവേട്ടനെ വിട്ട് എനിക്കെങ്ങും പോകണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ദേവേട്ടൻ എന്നെ വിട്ട് എങ്ങും പോകാതിരുന്നാൽ മതി. പറഞ്ഞുകൊണ്ട് അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർന്നിരുന്നു. ദേവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. വെറുതെ അങ്ങനെ അവളുടെ മുടിയിലൂടെ തലോടി. ദിവസങ്ങൾ വീണ്ടും മുൻപോട്ട് പോയി. പക്ഷേ മീരയുടെ പ്രശ്നങ്ങൾക്കൊന്നും ഒരു മാറ്റവും വന്നില്ല. പല രാത്രികളിലും വീണ്ടും അവൾ ഈ സ്വപ്നം തന്നെ കണ്ടു. എന്തുകൊണ്ടായിരിക്കും മറക്കാൻ ശ്രമിച്ചിട്ടും ഇതൊന്നും സത്യമല്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും ഈ സ്വപ്നം തന്നെ കാണുന്നത്? എന്തായിരിക്കും ഇതിന് കാരണം? നാളെയൊരിക്കൽ എന്നെങ്കിലും ഒരു ദിവസം ഇങ്ങനെയെല്ലാം നടക്കുമെന്നുള്ളത് കൊണ്ടാണോ ഇത് തന്നെ വിടാതെ പിന്തുടരുന്നത്? ദേവേട്ടൻ സീതയെ ഇഷ്ടപ്പെടുമോ? തന്നെ ചതിക്കുമോ? അങ്ങനെ ചിന്തിക്കാൻ പോലും അവൾക്ക് വല്ലാത്ത പേടി തോന്നി. മനസ്സ് പണ്ടത്തേതിനേക്കാൾ വല്ലാതെയായി. ദേവന്റെയും മറ്റുള്ളവരുടെയും മുൻപിലെല്ലാം താൻ ഓക്കെയാണെന്ന് വരുത്തി തീർക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ദേവൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാത്രി പലപ്പോഴും ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണരുന്നു. പിന്നീട് ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിക്കുന്നു. കൂടുതൽ സമയങ്ങളിലും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോഴും തൻ്റെ കൂടെ ഇരിക്കുമ്പോഴും എന്തിന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോലും പലപ്പോഴും അവളിൽ ഈ മാറ്റം പ്രകടമാകുന്നു. അതുകൊണ്ട് തന്നെ അവളിലുണ്ടാകുന്ന ഈ മാറ്റത്തിൻ്റെ കാരണം എന്തെന്ന് ദേവന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ലായിരുന്നു. പക്ഷേ അവൾക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നും അത് അവളെ വല്ലാതെ അലട്ടുന്നുണ്ടെന്നും ദേവന് മനസ്സിലായി. ഒരിക്കൽ അവൻ വീണ്ടും അവളോട് ചോദിച്ചു, മീരെ, ശരിക്കും താൻ ഓക്കെയാണോ? മീര ദേവനെ ഒന്ന് നോക്കി. പിന്നെ പതിയെ അവനെ ഇറുക്കെ പുണർന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ചു. ദേവേട്ടൻ എന്നെ വിട്ടെങ്ങും പോകാതിരുന്നാൽ മതി. എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നാൽ മതി. അവൾ അവനിൽ നിന്നും മുഖമുയർത്താതെ തന്നെ പറഞ്ഞു. നിന്നെ വിട്ട് ഞാൻ എവിടെ പോകാനാ? നീയും മക്കളുമല്ലേ എൻ്റെ ലോകം. നിങ്ങളില്ലാതെ ഞാനുണ്ടോ? പിന്നെന്താ? അവളുടെ നെറുകിലൂടെ തലോടുമ്പോൾ ദേവൻ ചോദിച്ചു. അവളൊന്ന് മൂളിയതേയുള്ളൂ. എന്നാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതും അത് തൻ്റെ നെഞ്ചിനെ നനയ്ക്കുന്നതും ദേവൻ അറിഞ്ഞു. അതവൻ്റെ ഹൃദയത്തെ ചുട്ടുപൊള്ളിച്ചു. താൻ എപ്പോൾ ഇതേക്കുറിച്ച് ചോദിച്ചാലും അവൾ ഇതേ ഉത്തരമാണ് ആവർത്തിക്കുന്നത്. അവളെ വിട്ട് താൻ എങ്ങും പോകരുതെന്ന്. അവളുടെ കൂടെ എന്നും താൻ ഉണ്ടായിരുന്നാൽ മതിയെന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? താൻ അവളെ വിട്ടിട്ട് പോകുമെന്നോ ഉപേക്ഷിക്കുമെന്നോ അവൾ പേടിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സ്വപ്നമായിരിക്കുമോ അവൾ രാത്രിയിൽ കാണുന്നത്? അതും ചിന്തിച്ച് നടക്കുന്നത് കൊണ്ടാണോ അവൾക്ക് ഈ മാറ്റം? എന്താണ് ഇതിനൊരു പോംവഴി? ആലോചിക്കുമ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. അപ്പോഴാണ് അന്നവൾ പറഞ്ഞ വാക്കുകൾ അവൻ ഓർമ്മ വന്നത്. അറിയില്ല ദേവേട്ട, എന്തോ എനിക്കിവിടെ നിൽക്കാൻ വയ്യ. ഈ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നു. ഉറങ്ങാൻ പറ്റുന്നില്ല. ആകെ ഒരു വല്ലായ്മയാ. നമുക്ക് ഇവിടെ നിന്നും എങ്ങോട്ടേലും പോയാലോ? നാട്ടിലേക്ക് തന്നെ പോയാലോ? അവൻ വീണ്ടും ആ വാക്കുകൾ ഓർത്തെടുത്തു. അവൻ എന്തൊക്കെയോ മനസ്സിൽ കണക്കു കൂട്ടുകയായിരുന്നു ആ നേരം. തൻ്റെ നെഞ്ചോട് ചേർന്നു നിൽക്കുന്നവളെ ഒന്നുകൂടെ മുറുക്കെ ചേർത്ത് പിടിക്കാൻ അവൻ മറന്നിരുന്നില്ല ആ സമയം. പിറ്റേന്ന് വൈകുന്നേരം ഹാളിലെ സെറ്റിയിലിരുന്ന് TV കാണുകയായിരുന്നു അവൾ. TV തുറന്നു വെച്ചിട്ടുണ്ടെന്നേയുള്ളൂ. മനസ്സ് മറ്റെവിടെയോ ആണ്. സ്കൂൾ തുറന്നതുകൊണ്ട് തന്നെ മക്കൾ രണ്ടുപേരും സ്കൂളിൽ പോയിരിക്കുകയാണ്. അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ ആ സമയം. പെട്ടെന്നാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. അവൾ ചിന്തകളിൽ നിന്നും ഞെട്ടി ഉണർന്നു. ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ സീതയാണ്. അവൾ സീതയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. വാ സീതേ, മീര പറഞ്ഞു. ഉറങ്ങുകയായിരുന്നോ? സീത ചോദിച്ചു. ഏയ് അല്ല, ഞാൻ ചുമ്മാ TV കണ്ടുകൊണ്ടിരുന്നതാ. പറഞ്ഞുകൊണ്ട് മീര അകത്തേക്ക് നടന്നു. അവൾക്ക് പിറകെ സീതയും. ഇരിക്കി, സെറ്റിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് മീര പറഞ്ഞു. സീത ഇരുന്നതിന് പിറകെ മീരയും സെറ്റിയിലേക്കിരുന്നു. അല്പസമയം അവർ TVയിലേക്ക് നോക്കിയിരുന്നു. ഞാൻ ചായ എടുക്കാം, വൈകുന്നേരമായില്ലേ? പറഞ്ഞുകൊണ്ട് മീര ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ചായയൊന്നും വേണ്ട മീരെ, നീ ഇവിടെ ഇരിക്കി. മീരയുടെ കൈ പിടിച്ചുകൊണ്ട് സീത പറഞ്ഞു. എനിക്കും കുടിക്കാൻ തോന്നുന്നുണ്ട് സീതേ. എന്തെങ്കിലും കുടിച്ചുകൊണ്ട് TV കാണാൻ ഒരു സുഖമാ. മീര ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അവൾക്ക് പിറകെ സീതയും. ചായ കുടിച്ചുകൊണ്ട് തന്നെ അവർ അല്പസമയം TV കണ്ടിരുന്നു.
അതിനിടയ്ക്ക് അവരെന്തൊക്കെയോ നാട്ടുവിശേഷങ്ങൾ പറയുന്നുണ്ട്. സീതയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു വല്ലായ്മ തന്നെ വന്ന് പൊതിയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സീതയുടെ മുഖത്തേക്ക് മീരയധികം നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. എന്തു പറ്റി മീരെ? നിനക്കെന്താ, സുഖമില്ലേ? വലിയ ഉന്മേഷമില്ലാതെ ഇരിക്കുന്ന മീരയെ കണ്ട് സീത ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല സീതേ, ഞാൻ വേറെ എന്തോ ഓർത്ത്, മീര പതിയെ പറഞ്ഞു. അതു കേട്ട് സീതയൊന്ന് ചിരിച്ചു. നിനക്കെന്താ സീതേ ഇത്രമാത്രം ചിന്തിക്കാൻ? അറിഞ്ഞിടത്തോളം നിനക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അച്ഛൻ്റെ കാര്യം ഓർത്താണേൽ അച്ഛന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാലോ. ധൈര്യമായിട്ടിരിക്കെ. സീത മീരയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മീര സീതയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ ആ ചിരിക്ക് അത്ര വലിയ തെളിച്ചമുണ്ടായിരുന്നില്ല. അത് സീതയ്ക്ക് മനസ്സിലായിരുന്നു. ഇങ്ങോട്ട് നോക്ക് മീരെ, നീ എന്നെക്കുറിച്ച് തന്നെയൊന്ന് ആലോചിച്ചു നോക്ക്. മക്കളുള്ളതുകൊണ്ടാ ഞാൻ മരിക്കാതെ ഇരിക്കുന്നത്. അവർക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് തന്നെ. അത്രയും ആരോടും പറയാത്ത, പറഞ്ഞിട്ടും കാര്യമില്ലാത്ത വിഷമങ്ങളും കൊണ്ടാണ് ഞാൻ നടക്കുന്നേ. സീത മീരയെ നോക്കി പറഞ്ഞതും മീര സീതയെ തന്നെയൊന്ന് നോക്കി. അവൾ പറഞ്ഞതിലുള്ള ചില വാചകങ്ങൾ മീരയുടെ മനസ്സിനെ കൊളുത്തി വലിച്ചു. അവ അവളെ കൂട്ടിക്കൊണ്ടു പോയത് അവളെ ഇപ്പോഴും പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വപ്നത്തിലേക്കായിരുന്നു. ഇതേ വാചകങ്ങൾ അന്ന് ആ സ്വപ്നത്തിലും ഉണ്ടായിരുന്നു. അവൾക്ക് വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നി. ശ്വാസം മുട്ടുന്നത് പോലെ, തലയൊന്നാകെ വലിഞ്ഞു മുറുകുന്നത് പോലെ അവൾക്ക് വല്ലാത്ത വെല്ലായ്മ തോന്നി. എങ്കിലും അവളൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും സീത അവളുടെ കഥ പറഞ്ഞു തുടങ്ങിയിരുന്നു. കല്യാണത്തിനു മുൻപ്, അവളുടെ കുട്ടിക്കാലം മുതലുള്ള കഥ. മീര ഒന്നും പറയാതെ അവൾ പറയുന്നതെല്ലാം കേട്ടിരുന്നു. സീത അവളുടെ കഥ ഓരോന്നോരോന്നായി പറയുമ്പോൾ മീരയുടെ തല വെട്ടിപ്പൊളിയുന്നുണ്ടായിരുന്നു. സ്വപ്നത്തിൽ കണ്ടതിൽ നിന്നും ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസമില്ലാതെ സീത പറയുമ്പോൾ മീരയുടെ കൈകാലുകൾ കുഴയുന്നുണ്ടായിരുന്നു. സ്വപ്നത്തിൽ അവൾ ദേവേട്ടനോട് പറഞ്ഞിരുന്ന അതേ കഥ. അതിൽ നിന്നും തെല്ലും വ്യത്യാസമില്ലാതെ അവൾ തന്നോടും പറഞ്ഞിരിക്കുന്നു. ഒരു നിമിഷം ഇതെല്ലാം സത്യം തന്നെയാണോ എന്ന് മീരയ്ക്ക് സംശയം തോന്നി. അവൾക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നി. പറഞ്ഞു കഴിഞ്ഞതും സീത കരഞ്ഞു പോയിരുന്നു. മീരയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു. അതു കണ്ട് സീത മീരയെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. നീ ഇതൊന്നും കേട്ട് കരയേണ്ട മീരെ. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ ജീവിക്കാനായിരിക്കും എൻ്റെ വിധി. ഞാൻ പറഞ്ഞു വന്നത്, നീ എത്ര നല്ല ഭാഗ്യവതിയാ. ഇത്ര നല്ല ഭർത്താവിനെ കിട്ടിയില്ലേ. സ്നേഹിക്കാൻ അമ്മയും അച്ഛനുമില്ലേ. ഭാഗ്യവതിയാ നീ. അതുകൊണ്ട് മറ്റൊന്നും ആലോചിച്ച് വെറുതെ വിഷമിക്കരുത്. ഉള്ള സന്തോഷത്തെക്കുറിച്ച് ദൈവത്തോട് നന്ദി പറയും. പറഞ്ഞുകൊണ്ട് സീത ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ഞാൻ വെറുതെ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് നിന്നെ കൂടി കരയിപ്പിച്ചു. ഗ്ലാസ് ഞാൻ കഴുകി വെക്കാം. പറഞ്ഞുകൊണ്ട് സീത ഗ്ലാസ് കയ്യിലെടുത്തതും തണുത്തു മരവിച്ചു പോയ കൈകൾ എങ്ങനെയോ ഉയർത്തി മീര സീതയുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി. വേണ്ട, ഞാൻ കഴുകിക്കോളാം. വറ്റി വരണ്ട അവളുടെ തൊണ്ടയിൽ നിന്നും കാറ്റുപോലൊരു ശബ്ദം പുറത്തേക്ക് വന്നു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. പറഞ്ഞുകൊണ്ട് സീത ഉമ്മറത്തേക്ക് നടന്നു. അവൾക്ക് പിറകെ ഒരു മരപ്പാവ കണക്കെ മീരയും. മീരയെ നോക്കിയൊന്ന് തലയാട്ടിക്കൊണ്ട് സീത ഗേറ്റ് കടന്നു പുറത്തേക്ക് പോയി. സീത അങ്ങ് പോയതും മീര ഒരു ശില കണക്കെ ഉമ്മറത്തെ സെറ്റിയിൽ ഇരുന്നു പോയി. അവൾക്കൊരു മായാജാലം നടന്നതുപോലെ തോന്നി. സീതയുമായി തനിക്ക് യാതൊരു മുൻപരിചയവുമില്ല. അവളെക്കുറിച്ചുള്ള ഇതൊന്നും തനിക്ക് അറിയുക പോലുമില്ല. എന്നിട്ടും ഇത്ര കൃത്യമായി ഇതെല്ലാം എങ്ങനെ തൻ്റെ സ്വപ്നത്തിൽ വന്നു? ആലോചിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. അതിനോടൊപ്പം തന്നെ വല്ലാത്ത പേടിയും. ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ ഇതിൻ്റെയൊക്കെ പിറകിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ദേവേട്ടനെ തനിക്ക് നഷ്ടപ്പെടും. ഈ വീട്ടിൽ നിന്നാൽ തീർച്ചയായും തനിക്ക് തൻ്റെ ദേവേട്ടനെ നഷ്ടപ്പെടും. അവളുടെ മനസ്സ് അതിശക്തമായി തന്നെ അവളോട് പറഞ്ഞു. അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവൾ പതിയെ എഴുന്നേറ്റ് ഹാളിലേക്ക് വന്നു. ഹാളിൽ വന്നതും കണ്ടു 2 ഗ്ലാസ് ചായയും 1 പ്ലേറ്റ് പലഹാരവും. അന്നും ഇതുപോലെ തന്നെയായിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവർ ഇതേപ്പറ്റി സംസാരിച്ചത്. അവൾ വേഗം ഗ്ലാസും പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് വന്നു. വേഗത്തിൽ അതെല്ലാം കഴുകി വെച്ചു. ആ സ്വപ്നത്തിൽ കണ്ടതുപോലെയുള്ള യാതൊന്നും തൻ്റെ മുൻപിൽ ഉണ്ടാവരുതെന്ന് അവൾക്ക് തോന്നി. പക്ഷേ ഇപ്പോൾ എവിടെ നോക്കിയാലും ആ സ്വപ്നത്തിലുള്ളതാണ് കാണുന്നത്. അടുക്കളയായാലും ഹാളായാലും തങ്ങളുടെ മുറിയായാലും എല്ലാം ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നേരത്തെയും ഇതുപോലെയായിരുന്നു തൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത്. സീത വിചാരിച്ചിരിക്കുന്നത് അവളുടെ കഥ കേട്ടിട്ടാണ് താൻ കരഞ്ഞതെന്നാണ്. പാവം സീത.
ആ സമയം സീതയുടെ ജീവിതമോർത്ത് അവളെക്കുറിച്ച് മീരയ്ക്ക് പാവവും തോന്നി. പക്ഷേ അവൾക്കറിയില്ലല്ലോ അതിലും വലിയ മനപ്രയാസത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്ന്. സീത ആ വീട്ടിനുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പക്ഷേ എവിടെയും അവൾക്ക് സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. അവസാനം അവൾ മക്കൾ പഠിക്കുന്ന മുറിയിലേക്ക് കയറി. പിന്നെ അവിടെ ആകെയൊന്ന് കണ്ണോടിച്ചു നോക്കി. ഒരു കട്ടിലും അലമാരയും ചെറിയൊരു മേശയും കസേരയും എല്ലാം ഉണ്ട് ആ മുറിയിൽ. മക്കൾ പഠിക്കുന്ന കുറച്ച് പുസ്തകങ്ങൾ മേശപ്പുറത്ത് അടുക്കി വെച്ചിരിക്കുന്നു. ഇല്ല, ഈ മുറി ആ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നില്ല. അവൾക്ക് ചെറിയൊരു സമാധാനം തോന്നി. അവൾ പതിയെ ആ കട്ടിലിലേക്കിരുന്നു. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. അതിനനുസരിച്ച് കണ്ണുകൾ വീണ്ടും നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. കുറച്ചു മുൻപ് വരെ തനിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ എന്നവൾക്ക് സംശയം തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനേക്കാളേറെ അവൻ തന്നെ വിട്ടുപോകുമോ, അവനെ തനിക്ക് നഷ്ടമാകുമോ എന്ന പേടിയാണവൾക്ക്. എങ്ങനെ ഇതിൽ നിന്നും തനിക്കൊരു ആശ്വാസം കിട്ടും എന്നവൾക്ക് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. കരഞ്ഞു കരഞ്ഞ് എപ്പോഴോ അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു പോയിരുന്നു. പിന്നീട് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് അവൾ കണ്ണു തുറന്നത്. അവൾ ഹാളിലേക്ക് വന്ന് ക്ലോക്കിലേക്കൊന്ന് നോക്കി. സമയം 4:15 മക്കളാവും. അവൾ വേഗം ചെന്ന് വാതിൽ തുറന്നു. വിചാരിച്ചതുപോലെ തന്നെ മക്കളായിരുന്നു വന്നത്. വാതിൽ തുറന്നത് മുൻപിൽ നിൽക്കുന്ന അമ്മയെ കണ്ട് മക്കൾ രണ്ടുപേരും അമ്മയെ ഒന്ന് നോക്കി. എന്താ അമ്മേ, അമ്മയ്ക്ക് വയ്യേ? അമ്മയുടെ കണ്ണെന്താ ഇങ്ങനെ? മീരയുടെ കരഞ്ഞു കലങ്ങിയ ഇടുങ്ങിയ കണ്ണുകൾ കണ്ട് മൂത്തവൻ അപ്പു ചോദിച്ചു. അമ്മയ്ക്കൊന്നുമില്ല, ചെറിയൊരു തലവേദന. മക്കള് വാ, അമ്മ കഴിക്കാൻ തരാം. മീര പറഞ്ഞുകൊണ്ട് അവരുടെ തോളിൽ നിന്നും ബാഗ് അഴിച്ചു വാങ്ങി. എന്നിട്ട് ഇപ്പോ മാറിയോ അമ്മേ? അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കിക്കൊണ്ട് ഇളയവൻ അച്ചു ചോദിച്ചു. കുറവുണ്ട്. മീര അവന്റെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛനെ വിളിക്കണോ അമ്മേ? വയ്യെങ്കിൽ ഡോക്ടറെ കാണിക്കാം, അപ്പു പറഞ്ഞു. വേണ്ടടാ, അമ്മ മരുന്ന് കഴിച്ചു. പിന്നെ അച്ഛൻ ഇപ്പോ ഇങ്ങ് വരുമല്ലോ, മീര മക്കളെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ശേഷം അടുക്കളയിലേക്ക് ചെന്ന് അവർക്ക് രണ്ടുപേർക്കും കുടിക്കാനുള്ള പാല് തിളപ്പിച്ചു. അല്ലെങ്കിൽ അവർ വരുമ്പോഴേക്കും തിളപ്പിച്ച് ചൂടാറ്റി വെക്കുന്നതാണ്. ഇന്ന് പക്ഷേ അതിനൊന്നും കഴിഞ്ഞില്ല. കരഞ്ഞു കരഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. പാലും പഴവും കഴിച്ച ശേഷം അവർ നേരെ കളിക്കാനുള്ള ബോളും എടുത്ത് മുറ്റത്തേക്കിറങ്ങി. ഇനി കുറച്ചു നേരം കളിച്ച ശേഷമാണ് അകത്തേക്ക് വരികയുള്ളൂ. അതിനുശേഷമാണ് മേലു കഴുകാറ്. അകത്തിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തതുകൊണ്ട് അവൾ ഉമ്മറത്ത് വന്ന് മക്കളുടെ കളി നോക്കിയിരുന്നു. അകത്തിരുന്നാൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൂട്ടും. അവൾ മക്കളുടെ കളി നോക്കി അങ്ങനെയിരുന്നു. കുറച്ചു കഴിഞ്ഞതും ദേവൻ വന്നു. അവന്റെ വണ്ടി മുറ്റത്ത് വന്നു നിന്നതും മക്കൾ രണ്ടുപേരും അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ അരികിലേക്കോടി. അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. മുറ്റത്ത് നിന്ന് കളിക്കുന്ന തൻ്റെ മക്കൾ, അത് നോക്കി ഉമ്മറത്തിരിക്കുന്ന തൻ്റെ ഭാര്യ. കണ്ണിനും മനസ്സിനും ഒരുപോലെ സന്തോഷം പകരുന്ന കാഴ്ച. അവൻ ബൈക്കിൽ ഇരുന്നു കൊണ്ട് തന്നെ മക്കൾക്കായി കൊണ്ടുവന്ന പലഹാരത്തിൻ്റെ പൊതിയെടുത്തു കൊടുത്തു. ഒരു പുഞ്ചിരിയോടെ ഉമ്മറത്തേക്ക് കയറി വന്ന അവൻ്റെ പുഞ്ചിരി മീരയുടെ മുഖം കണ്ടതും എങ്ങോ മാഞ്ഞുപോയി. അവൻ മീരയെ തന്നെ ഒന്ന് നോക്കി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അവൻ്റെ മനസ്സിനും വല്ലാത്തൊരു വെല്ലായ്മ നൽകി. നീ കരഞ്ഞോ? അവൻ അധികം ശബ്ദമില്ലാതെ മീരയോട് ചോദിച്ചു. മീര അവനെ ഒന്ന് നോക്കി. ഇല്ല ദേവേട്ടാ, അത് ചെറിയൊരു തലവേദന. ഞാൻ ഉറങ്ങായിരുന്നു. ഇപ്പോൾ മക്കള് വന്നപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ, അവൾ പറഞ്ഞു. ദേവൻ അവളെ തന്നെയൊന്ന് നോക്കി. എന്നിട്ട് എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ പോകണോ? അവൾ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ലെങ്കിലും അവൻ അവളോട് ചോദിച്ചു. വേണ്ട, ഇപ്പോൾ കുറവുണ്ട്, അവൾ പറഞ്ഞു. ദേവനൊന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ അപ്പു മുറ്റത്തു നിന്നും വിളിച്ചു പറഞ്ഞു. അച്ഛാ, അമ്മയ്ക്ക് തലവേദനയാണ്. ദേവൻ അപ്പുവിനെ ഒന്ന് നോക്കി. ആ, അമ്മയ്ക്ക് വയ്യെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഒരു സൂചി വെച്ചാൽ അമ്മയുടെ തലവേദനയൊക്കെ മാറും. അല്ലേലും ഇപ്പോൾ കുറച്ചായി അമ്മയ്ക്ക് ഒരു സൂചിയുടെ കുറവുണ്ട്, ദേവൻ അപ്പുവിനെ നോക്കി കണ്ണു ചിമ്മിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ആ പറഞ്ഞതിൻ്റെ പൊരുൾ എന്തെന്ന് മീരയ്ക്ക് മനസ്സിലായി. അവൾ അവനെ നോക്കാതെ തല താഴ്ത്തി. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ദേവൻ അകത്തേക്ക് നടന്നു. അടുക്കളയിൽ ദേവന് വേണ്ടിയുള്ള ചായ ഇടുകയായിരുന്നു മീര. പെട്ടെന്നാണ് അരയിലൂടെ 2 കൈകൾ വന്ന് അവളെ ചുറ്റിപ്പിടിച്ചത്. അവൾ തിരിഞ്ഞു നോക്കാൻ പോകുമ്പോഴേക്കും അവൻ കണ്ണുകൾ അടച്ച് അവളുടെ തോളിൽ താടി കുത്തി നിന്നിരുന്നു. എന്താ എൻ്റെ ഭാര്യയ്ക്ക് പറ്റിയത്? ശരിക്കും തലവേദനയാണോ? ദേവൻ അവളോട് ചോദിച്ചു. അതെ ദേവേട്ടാ, തലവേദനയാ.
അവൾ പറഞ്ഞു. ഉറപ്പാണോ? അവൻ വീണ്ടും ചോദിച്ചു. സത്യം, ശരിക്കും തലവേദനയാ, അവൾ വീണ്ടും പറഞ്ഞു. ഡോക്ടറെ കാണിക്കണോ? അവൻ്റെ സ്വരത്തിൽ അവളോടുള്ള കരുതൽ നിറഞ്ഞു. വേണ്ട ദേവേട്ട, നന്നായി ഒന്ന് ഉറങ്ങിയപ്പോൾ കുറഞ്ഞു, അവൾ പറഞ്ഞു. ദേവനൊന്ന് മൂളി. അപ്പോഴും അവളിലുള്ള പിടി അവൻ വിട്ടില്ല. ദേവേട്ട, ചായയായി, അവൾ പറഞ്ഞു. അവനൊന്ന് മൂളി. ദേവേട്ട, ചായയായിന്ന് അവൾ വീണ്ടും പറഞ്ഞു. ദേവൻ വീണ്ടും മൂളി. ദേവേട്ട, മാറിക്കേ, ചൂട് ചായയാണ്, മേലായാൽ പൊള്ളും. തൻ്റെ അരയിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു. ദേവൻ അവളിൽ നിന്നും ഒരു ചിരിയോടെ മാറി. പിന്നെ അടുക്കളയിലെ സ്ലാബിന് മുകളിൽ കയറിയിരുന്നു. അവൾ ഒഴിച്ചു കൊടുത്ത ചൂട് ചായ അവൻ ചുണ്ടോട് ചേർത്തു. നീ ഇതിൽ മധുരമിട്ടില്ലേ? ഒരിറക്ക് കുടിച്ചതും ദേവൻ അവളോട് ചോദിച്ചു. ഉണ്ടല്ലോ, നോക്കട്ടെ. അവൾ അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ ഗ്ലാസ് വാങ്ങി ചുണ്ടോട് ചേർത്തു. മധുരമുണ്ടല്ലോ, അവൾ പറഞ്ഞു. എവിടെ നോക്കട്ടെ? അവൻ ആ ഗ്ലാസ് വാങ്ങി ചുണ്ടോട് ചേർത്തു. ആ, ഇപ്പോൾ നല്ല മധുരമുണ്ട്, ദേവൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞതും മീര അവനെ തന്നെയൊന്ന് നോക്കി. അവൻ്റെ ചുണ്ടിലെ ചിരി കാണുമ്പോൾ അവളുടെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞിരുന്നു. ഈ ദേവേട്ടൻ്റെ ഒരു കാര്യം, അവൾ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇത്രയും നേരം വിഷാദത്തിലായിരുന്ന അവളുടെ മുഖം മാറുന്നതും കണ്ണുകളും കവിളുകളും ഒരുപോലെ വിടരുന്നതും അവനൊരു നിമിഷം നോക്കി നിന്നു. അവളുടെ പ്രശ്നവും അതിനുള്ള ഉത്തരവും താനാണെന്ന് ദേവന് മനസ്സിലായി. അതുവരെ അവനൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവനത് ഏകദേശം ഉറപ്പായിരിക്കുന്നു. അവളുടെ കവിളിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ താഴേക്കിറങ്ങി. പെട്ടെന്നായതുകൊണ്ട് മീരയൊന്ന് ഞെട്ടിയിരുന്നു. അവൾ ആ ഞെട്ടലോടെ അവനെ നോക്കിയതും അവനൊന്ന് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഗ്ലാസുമെടുത്ത് ഹാളിലേക്ക് നടന്നു. മീരയുടെ ചുണ്ടിലൊരു പുഞ്ചിരിയൂറി. കുറച്ചു സമയത്തേക്കെങ്കിൽ കുറച്ചു സമയം. അതുവരെ അവളെ അലട്ടിക്കൊണ്ടിരുന്ന ചിന്തകളെല്ലാം അവളിൽ നിന്നും നീങ്ങിപ്പോയിരുന്നു. ആ സമയം ഹാളിൽ നിന്നും അവളെ തന്നെ നോക്കി നിൽക്കുന്നവനെ അവൾ കണ്ടതുമില്ല. രാത്രി ഒരു 2 മണിയായിട്ടുണ്ടാകും. മീര വീണ്ടും ആ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. ഒരു വെള്ളക്കെട്ടിൽ കിടന്നെഴുന്നേറ്റതുപോലെ അവൾ ഒന്നാകെ വിയർത്തൊലിച്ചു. നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു അവൾ. വല്ലാത്തൊരു പേടി തന്നിൽ പിടിമുറുക്കുന്നത് പോലെ. എന്താണ് ദൈവമേ തനിക്കിങ്ങനെ? ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസമായി? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ തനിക്കരികിൽ കിടക്കുന്നവരെയൊന്ന് നോക്കി. മക്കൾ 2 പേരും ചുമരിനോട് ചേർന്ന് കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത്. അവൾ അരികിൽ കിടക്കുന്ന ദേവനെയൊന്ന് നോക്കി. ദേവനും നല്ല ഉറക്കമാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പതിയെ ദേവന്റെ മുടിയിലൂടെയൊന്ന് വിരലോടിച്ചു. പിന്നെ പതിയെ ആ നെറ്റിയിൽ നേർമയിലൊന്ന് മുത്തി. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അവൾ അത് അമർത്തി തുടച്ചു. പതിയെ അവനോട് അവൾ ചേർന്നു കിടന്നു. അല്പനേരം അങ്ങനെ കിടന്നിട്ടും അവൾക്ക് ഉറക്കം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി. മക്കളെ കെട്ടിപ്പിടിച്ചു കിടന്നു. എന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. അവൾ പതിയെ എഴുന്നേറ്റിരുന്നു. പിന്നെ 3 പേരെയും ഒന്ന് നോക്കിയ ശേഷം അവൾ പതിയെ എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് നടന്നു. അവൾ മുറിയിൽ നിന്നും പോയതും ദേവൻ പതിയെ കണ്ണു തുറന്നു. അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ആ സമയം ഹൃദയം വല്ലാതെ പിടച്ചിരുന്നു. ഇല്ല, ദേവേട്ടൻ എൻ്റേതാ. എന്നെ വിട്ടെങ്ങും പോകല്ലേ ദേവേട്ട. ഉറക്കത്തിൽ എപ്പോഴോ അവൾ പറഞ്ഞ ആ വാക്കുകളായിരുന്നു അവൻ്റെ കാതിൽ നിറഞ്ഞു നിന്നത്. അവന് വല്ലാത്തൊരു വല്ലായ്മ തോന്നി. അവനും പതിയെ എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് നടന്നു. ഹാളിലെ ലൈറ്റ് ഇട്ടിട്ടില്ല. എങ്കിലും മുറിയിലെ സീറോ ബൾബിൻ്റെ വെളിച്ചത്തിൽ അവന് കാണാമായിരുന്നു ഹാളിലെ സെറ്റിയിൽ മുട്ടുകാലിനുമേൽ മുഖം ചേർത്തുകൊണ്ട് കുനിഞ്ഞുകൂടിയിരിക്കുന്നവളെ. ഒരു നിമിഷം അവളെ ഓർത്ത് അവന് വല്ലാത്ത അലിവ് തോന്നി. അവളോട് വല്ലാത്ത സ്നേഹം തോന്നി. അവൻ നേരെ ചെന്ന് ഹാളിലെ ലൈറ്റിട്ടു. പെട്ടെന്ന് തെളിഞ്ഞ ആ വെളിച്ചം കണ്ണുകളെ വല്ലാതെ അലോസരപ്പെടുത്തിയതും അവളൊരു ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു. മുൻപിൽ നിൽക്കുന്ന ദേവനെ അവൾ വെറുതെ ഒന്ന് നോക്കിയതേയുള്ളൂ. അവനോട് എന്താണ് പറയേണ്ടതെന്ന് അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല. അവൾ ദേവനെ നോക്കാതെ തല കുനിച്ചു കളഞ്ഞു. ദേവനും ഒന്നും പറഞ്ഞില്ല. അവൾക്കരികിലായി ചെന്നിരുന്ന് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. മീര 2 കൈകൾ കൊണ്ടും അവനെ ഇറുക്കെ പുണർന്നു. ദേവേട്ട, എനിക്കിവിടെ ഒട്ടും പറ്റുന്നില്ല. ഞാൻ കുറേ ശ്രമിച്ചു നോക്കി, പക്ഷേ പറ്റുന്നില്ല. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പേടിയാവുക. ദേവേട്ടനെ എനിക്ക്... അവൾ പറഞ്ഞു വന്നതും ബാക്കി പറയാൻ സമ്മതിക്കാതെ ദേവൻ അവളുടെ വാ പൊത്തി. ഒന്നും പറയണ്ട, ഞാൻ നിന്റേതാ, നിന്റേത് മാത്രം. അത് ഈ ജന്മത്തിലല്ല, ഇനി എത്ര ജന്മമുണ്ടോ അതിലൊക്കെയും എനിക്ക് കൂട്ട് നീ തന്നെയാ.
എൻ്റേതല്ലേ, എൻ്റെ മക്കളുടെ അമ്മയല്ലേ നീ? ആ നിന്നെയല്ലാതെ വേറെ ആരെയാ ഞാൻ സ്നേഹിക്കുക? നിന്നേക്കാളും വേറെ ആരാ എനിക്ക് വലുത്? നീയും മക്കളും കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വേറെ ആരും. പറഞ്ഞുകൊണ്ട് ദേവൻ അവളുടെ നെറുകിലായി മുത്തി. അവളെ ഒന്നുകൂടി ഇറുക്കെ പുണർന്നു. എന്നാൽ ദേവൻ പറഞ്ഞ വാക്കുകളിലെ ഞെട്ടലിലായിരുന്നു മീര. അവന്റെ വാക്കുകൾ തന്റെ മനസ്സിനെ അത്രയേറെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ദേവേട്ടൻ ഇങ്ങനെയെല്ലാം പറഞ്ഞു എന്ന ഞെട്ടലിലായിരുന്നു അവൾ. അവൾ അവനെയൊന്ന് നോക്കി. എന്നെ നിന്നിൽ നിന്നും അകറ്റുന്ന, പേടിപ്പെടുത്തുന്ന എന്ത് സ്വപ്നമാണ് നീ കാണുന്നതെങ്കിലും അതെന്നും വെറുമൊരു സ്വപ്നം മാത്രമായിരിക്കും. ഇനി എന്നെങ്കിലും നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും നീ അല്ലാതെ മറ്റൊരു കൂട്ട് എനിക്കുണ്ടാവില്ല. നമ്മുടെ മക്കളാണേ സത്യം. ദേവൻ പറഞ്ഞു തീരുന്നതിനു മുൻപേ മീര അവന്റെ വാ പൊത്തി. അങ്ങനെയൊന്നും പറയരുതെന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചു. എത്ര നേരം അവരങ്ങനെ ഇരുന്നെന്നറിയില്ല. ദേവനോട് ചേർന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ അതുവരെ വെപ്രാളപ്പെട്ടിരുന്ന മനസ്സ് ശാന്തമാകുന്നത് അവൾ അറിഞ്ഞു. ദേവനും അറിയുന്നുണ്ടായിരുന്നു താളത്തിലാകുന്ന അവളുടെ ഹൃദയമിടിപ്പ്. ഏറെ നേരം കഴിഞ്ഞതും ദേവൻ അവളെയും കൂട്ടി മുറിയിലേക്ക് നടന്നു. അപ്പോഴേക്കും അവൾ ഉറക്കം പിടിച്ചു വന്നിരുന്നു. അവൾ കട്ടിലിലേക്ക് കിടന്നതും അവൾക്കരികിലായി അവനും കയറി കിടന്നു. അവളെ തന്നോട് ചേർത്ത് പിടിച്ച് പതിയെ അവളുടെ പുറത്ത് താളം തട്ടിക്കൊടുത്തു. അവന്റെ ഹൃദയതാളം കേട്ട് അവൾ പതിയെ ഉറക്കത്തിലേക്ക് വീണു. അവൾ ഉറങ്ങിക്കഴിഞ്ഞ് വീണ്ടും എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് ദേവന്റെ കണ്ണുകളെ ഉറക്കം വന്നു മൂടിയത്. അതുവരെയും അവന്റെ മനസ്സ് കാര്യമായി എന്തൊക്കെയോ കണക്കു കൂട്ടുന്ന തിരക്കിലായിരുന്നു. പിറ്റേന്ന് രാവിലെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനുള്ള തിരക്കിലായിരുന്നു മീര. ബാഗിലേക്ക് പുസ്തകങ്ങളും ചോറ്റുപാത്രവും എടുത്തു വെക്കുമ്പോഴാണ് ദേവൻ അവിടേക്ക് വന്നത്. മക്കൾ ഇന്ന് സ്കൂളിൽ പോകണ്ട, ദേവൻ പറഞ്ഞു. അതു കേട്ട് മീരയും മക്കളും ഒന്ന് ദേവനെ നോക്കി. നമുക്കിന്ന് നാട്ടിൽ പോകാം, ഇനി കുറച്ചു ദിവസം നമുക്കവിടെ നിൽക്കാം, ദേവൻ പറഞ്ഞതു മക്കളുടെ കണ്ണുകൾ വിടർന്നു. അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മീര അപ്പോഴും അവനിൽ നിന്നും നോട്ടം മാറ്റിയിരുന്നില്ല. മനസ്സ് അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെയൊരു കാര്യം കേൾക്കാൻ. ഇപ്പോൾ തനിക്ക് ഏറ്റവും സമാധാനം തരുന്ന കാര്യവും ഇത് തന്നെയാണ്. എങ്കിലും പെട്ടെന്ന് പോവുകയാണെന്ന് വെച്ചാൽ ദേവേട്ടന് ലീവ് കിട്ടിക്കാണുമോ? അവളൊരു സംശയത്തോടെ അവനെ നോക്കി. എന്താടി നിന്ന് നോക്കുന്നേ? ചെന്ന് പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. എനിക്ക് 1-2 കോൾ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനും വരാം. തന്നെ നോക്കി നിൽക്കുന്ന മീരയോട് ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ദേവൻ ഫോണും എടുത്ത് ഉമ്മറത്തേക്ക് നടന്നു. മക്കൾ അതീവ സന്തോഷത്തിലായിരുന്നു. അവർ ഓടി നടന്ന് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർ തന്നെ ബാഗിലാക്കാൻ തുടങ്ങി. മീര സാധനങ്ങളെല്ലാം എടുത്തു വെക്കുമ്പോഴാണ് ദേവൻ അകത്തേക്ക് വന്നത്. അവനും സാധനങ്ങളെല്ലാം എടുത്ത് ബാഗിൽ വെക്കാൻ അവളെ സഹായിച്ചു. ദേവേട്ട, പെട്ടെന്ന് പറഞ്ഞാൽ ദേവേട്ടന് ലീവ് കിട്ടുമോ? അവൾ ചോദിച്ചു. ദേവൻ അതിനൊന്ന് ചിരിച്ചു. പെട്ടെന്നൊന്നുമല്ല, നീ അന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓഫീസിൽ പറഞ്ഞിരുന്നു. ഇപ്പോഴാ ഇതൊന്ന് ശരിയായി വന്നത്, ദേവൻ പറഞ്ഞത് മീരയൊന്ന് ചിരിച്ചു. എത്ര ദിവസത്തേക്കാ ദേവേട്ടാ ലീവ്? ഒത്തിരി ദിവസം ഉണ്ടാവുമോ? മീര ചോദിച്ചു. അപ്പോഴും ദേവനൊന്ന് അവളെ നോക്കി ചിരിച്ചു. അങ്ങനെ കുറച്ച് ദിവസത്തേക്കുള്ള ലീവല്ല, ഇനി നമ്മൾ നാട്ടിൽ തന്നെയാ. ഞാൻ അവിടേക്ക് മാറ്റം വാങ്ങി. അവൾക്ക് പുറകിലൂടെ ചുറ്റിപ്പിടിച്ച് തോളിൽ താടി കുത്തി നിന്നുകൊണ്ട് ദേവൻ പറഞ്ഞു. അതുകേട്ട് മീരയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. അവൾ വേഗത്തിൽ അവനെ തിരിഞ്ഞു നോക്കി. സത്യാണോ? അവൾ ചോദിച്ചു. അവൻ അതേ എന്ന് തലയാട്ടി. തന്നെ ഇത്രമേൽ മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന ദേവനെയോർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇപ്പൊ എൻ്റെ ഭാര്യയ്ക്ക് സന്തോഷായോ? ഇനി കരയരുത്, തൻ്റെ കൂടെ എന്തിനും ഞാനില്ലേ? പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു. അവൾ അവനോട് ഒന്നുകൂടി ചേർന്നു നിന്നു. ഇപ്പോൾ നമുക്ക് നാട്ടിലേക്ക് പോകാം, എന്നിട്ട് നമുക്കൊരു ദിവസം വന്നിട്ട് സാധനങ്ങളെല്ലാം കൊണ്ടുപോകാം, അവൻ പറഞ്ഞതും അവളൊന്ന് മൂളി. ഇനി മുതൽ നാട്ടിലാണ് നിൽക്കുന്നതെന്നും അവിടുത്തെ സ്കൂളിലാണ് പോകുന്നതെന്നും പറഞ്ഞപ്പോൾ അപ്പുവിനും അച്ചുവിനും സന്തോഷം കൂടിയതേയുള്ളൂ. ഇവിടത്തെ കൂട്ടുകാരെ പിരിയുന്നതിൽ അവർക്ക് സങ്കടമുണ്ട്. എങ്കിലും നാട്ടിൽ താമസിക്കുന്നത് ഓർക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്. നാട്ടിലും അവർക്ക് കൂട്ടുകാരുണ്ട്. തോട്ടിലെ മീനെ പിടിച്ചും പാടത്ത് കളിച്ചും മാങ്ങയ്ക്ക് കല്ലെറിഞ്ഞും കുറുമ്പ് കളിച്ചും നടക്കാൻ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. ജൂണിൽ ഇപ്പോൾ സ്കൂൾ തുറന്നതല്ലേയുള്ളൂ, അതുകൊണ്ട് നാട്ടിലെ സ്കൂളിലേക്ക് മാറ്റം കിട്ടാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ദേവന്റെ കാറിലാണ് നാട്ടിലേക്ക് പോകുന്നത്. ഇനി ജോലി അവിടെ ആയതുകൊണ്ട് വണ്ടി എടുക്കാതെ പോയാൽ ശരിയാവില്ല. ബൈക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുപോരുമ്പോൾ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോരാം.
സീതയുടെ വീടെത്താനായതും എന്തോ വണ്ടി നിർത്താൻ പറയാതിരിക്കാൻ മീരയ്ക്കായില്ല. സീത ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ പറയാതെ പോരാൻ തോന്നിയില്ല. മീര പറയാനായി അവിടേക്ക് പോകുന്നതും നോക്കി ദേവനും മക്കളും കാറിൽ തന്നെ ഇരുന്നു. അകത്തേക്കൊന്നും കയറിയില്ല. മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ മീര കാര്യം പറഞ്ഞു. കേട്ടപ്പോൾ സീതയ്ക്ക് ആകെ വല്ലാതെയായി. തനിക്കൊരു നല്ല കൂട്ടായിരുന്നു മീര. അവൾക്കരികിൽ ചെല്ലുമ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നുമായിരുന്നു. എന്നാൽ ഇപ്പോൾ മീര പോവുകയാണെന്ന് കേൾക്കുമ്പോൾ ഒരു വല്ലായ്മ. യാത്ര പറഞ്ഞ് മീര പോകുന്നത് ഉമ്മറത്ത് നിന്നുകൊണ്ട് സീത നോക്കി നിന്നു. അപ്പോഴും സീത അറിയുന്നുണ്ടായിരുന്നില്ല, അറിയാതെയാണെങ്കിൽ പോലും അവരിവിടെ നിന്നും പോകാൻ താനൊരു കാരണമാണെന്ന്. നാട്ടിൽ ദേവന്റെ വീട്ടിലേക്കാണ് അവർ ചെന്നത്. വീട്ടിലേക്ക് വരുന്ന കാര്യം അവൻ ആരോടും വിളിച്ചു പറഞ്ഞിരുന്നില്ല. പെട്ടെന്ന് അവരെ കണ്ടതും ദേവന്റെ അമ്മയ്ക്കും അച്ഛനും ഞെട്ടലാണുണ്ടായത്. പിന്നീട് അതൊരു സന്തോഷത്തിലേക്ക് വഴിമാറി. ഇനി തിരിച്ചു പോകുന്നില്ല, ഇവിടേക്ക് മാറ്റം കിട്ടിയെന്ന് കൂടി അറിഞ്ഞപ്പോൾ അവരുടെ സന്തോഷം ഇരട്ടിയായി. വിവരം അറിഞ്ഞപ്പോൾ മീരയുടെ വീട്ടുകാർക്കും സന്തോഷമായി. ദേവന്റെയും മീരയുടെയും വീടുകൾ തമ്മിൽ അധിക ദൂരം ഉണ്ടായിരുന്നില്ല. ഒരു 15 മിനിറ്റ് നേരത്തെ ദൂരമേയുള്ളൂ രണ്ടു വീടുകളും തമ്മിൽ. അതുകൊണ്ട് തന്നെ വിളിച്ചാൽ ഓടി വരാൻ പറ്റുന്ന ദൂരത്ത് മക്കളുണ്ടല്ലോ എന്ന ധൈര്യം കൂടി ഉണ്ടായിരുന്നു അവർക്ക്. ദിവസങ്ങൾ പതിയെ മുൻപോട്ട് പോയി. അതിനിടയ്ക്ക് മക്കളെ രണ്ടുപേരെയും നാട്ടിലെ സ്കൂളിൽ ചേർത്തു. നാട്ടിലെ ഇത്രയും ദിവസം മീര അറിയാതെ തന്നെ അവളെ നോക്കി കാണുകയായിരുന്നു ദേവൻ. അവൾക്ക് നല്ല മാറ്റമുണ്ടെന്നല്ല, അവൾ തീർത്തും പണ്ടത്തെ മീരയായി കഴിഞ്ഞിരുന്നു. അവിടെയായിരുന്നപ്പോൾ ഉണ്ടായിരുന്നതുപോലെ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതോ സങ്കടപ്പെടുന്നതോ ഉറക്കത്തിൽ ഞെട്ടിയുണരുന്നതോ ഒന്നും അവളിൽ ഉണ്ടായിരുന്നില്ല. അവൾ ഏതു സമയത്തും സന്തോഷവതിയായിരുന്നു. ഇങ്ങോട്ട് മാറ്റം വാങ്ങി പോരാൻ തീരുമാനമെടുത്ത ആ നിമിഷത്തെ അവൻ നന്ദിയോടെ ഓർത്തു. സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട്, പക്ഷേ നിർത്താതെ പെയ്യുന്ന നല്ല മഴയാണ്. അതുകൊണ്ട് മഴയൊന്ന് ഒതുങ്ങിയിട്ട് സാധനങ്ങൾ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചു. ഇടയ്ക്ക് സീതയെക്കുറിച്ച് അവൾ ഓർക്കും. ആ സമയം അവൾക്ക് സീതയോട് പാവം തോന്നും. അവൾക്കും മക്കൾക്കും സുഖമാണോ എന്നോർത്ത് മീരയ്ക്ക് ചെറുതല്ലാത്തൊരു ആവലാതി തോന്നും. എങ്കിലും പണ്ടത്തേതുപോലെ സീതയെക്കുറിച്ച് ഓർക്കുമ്പോൾ ദേവനെക്കുറിച്ചോർത്ത് അവൾക്ക് ആദി തോന്നാറുണ്ടായിരുന്നില്ല. ആ സ്വപ്നം അവളെ ഒരിക്കൽ പോലും പേടിപ്പെടുത്തിയതുമില്ല. നാട്ടിൽ വന്ന ശേഷം അവൾക്ക് വല്ലാത്തൊരു ആശ്വാസവും സമാധാനവും തോന്നുന്നുണ്ടായിരുന്നു. താനിപ്പോൾ പണ്ടത്തെ മീരയാണെന്ന് അവൾക്ക് തന്നെ തോന്നിത്തുടങ്ങി. 1.5 മാസത്തിനു ശേഷം മഴയൊന്നു നിന്നപ്പോൾ സാധനങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാനായി ദേവനും മീരയും വീട്ടിലേക്ക് പോവുകയാണ്. കൂടെ മക്കളെയും കൂട്ടിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് സീതയുടെ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ മീര അവിടേക്കൊന്ന് നോക്കി. ആളും അനക്കവുമില്ലാതെ നിശബ്ദതയിൽ മുങ്ങിക്കിടക്കുന്നുണ്ട് ആ ഓടിട്ട ചെറിയ വീട്. അവളിൽ നിന്നും ഒരു നെടുവീർ പടർന്നു വീണു. വീട്ടിലെത്തിയതും നല്ലൊരു ചൂട് ചായയിട്ട് കുടിച്ച ശേഷം ദേവനും മീരയും സാധനങ്ങളെല്ലാം അടുക്കിപ്പെറുക്കി വെക്കാൻ തുടങ്ങി. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പാചകപ്പണിയൊന്നുമില്ലായിരുന്നു. യാത്ര ചെയ്തു വന്നതുകൊണ്ട് തന്നെ ഇന്നവർ തിരിച്ചു പോകുന്നില്ല. പിറ്റേന്ന് പോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ദേവൻ വാങ്ങിക്കൊണ്ട് വന്ന ഭക്ഷണം കഴിച്ച ശേഷം ദേവൻ വെറുതെയൊന്ന് കിടന്നു. ആ ഉറക്കത്തിൽ തന്നെ അവൻ മയങ്ങിപ്പോവുകയും ചെയ്തു. മക്കൾ അകത്തിരുന്ന് പാമ്പും കോണിയും കളിക്കുകയാണ്. അവൾക്ക് വെറുതെ കിടക്കാൻ തോന്നിയില്ല. അവൾ ആ സമയത്തു കൂടി ബാക്കിയുള്ള സാധനങ്ങൾ എടുത്തു വെച്ചു. കുറച്ചു സമയം കഴിഞ്ഞതും അവൾക്കൊരു വല്ലായ്മ തോന്നി. സീതയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾക്ക് പാവം തോന്നി. ഈ വീട് വിട്ടു പോകുമ്പോൾ തനിക്ക് വിഷമം തോന്നേണ്ടതാണ്. ഈ വീടിനോടൊരു അടുപ്പം തോന്നേണ്ടതാണ്. എന്നാൽ തനിക്ക് അങ്ങനെയൊരു വല്ലായ്മയും തോന്നുന്നില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അതിനെല്ലാം കാരണം ആ സ്വപ്നമാണ്. ദേവേട്ടൻ്റെ കാര്യത്തിൽ താൻ സ്വാർത്ഥയാണ്. പക്ഷേ അതിനെല്ലാം സീത എന്തു ചെയ്തു? അവൾ ഇതൊന്നും അറിയുന്നു പോലുമില്ലല്ലോ. അവളെ ഒന്ന് കാണണമെന്ന് മീരയ്ക്ക് തോന്നി. പക്ഷേ മനസ്സിൽ ഇപ്പോഴും എന്തോ ഒരു പിടിവലി നടക്കുന്നത് പോലെ. അവളേറെ നേരം മനസ്സിരുത്തിയൊന്ന് ആലോചിച്ചു. അവസാനം സീതയെ കാണാൻ പോകാമെന്ന് തീരുമാനിച്ചു. ദേവൻ എഴുന്നേറ്റിട്ട് മക്കളെ ദേവനെ ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് കരുതി. അവൾ അതും ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദേവൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. എന്തോ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന മീരയെയാണ് ദേവൻ കണ്ണു തുറന്നതും കാണുന്നത്. ഇവിടെ വന്നപ്പോൾ തനിക്ക് തൻ്റെ മീരയെ വീണ്ടും നഷ്ടപ്പെടുകയാണോ എന്നവൻ പേടിച്ചു. അവൻ വേഗം ചെന്ന് അവളുടെ തോളിൽ കൈവച്ചു. മീരേ, അവൻ പതിയെ വിളിച്ചു. അവൾ ഞെട്ടിയുണർന്നു. അവൾ ദേവനെയൊന്ന് നോക്കി. ആ, ദേവേട്ടൻ എഴുന്നേറ്റോ? ഞാൻ ഓർക്കുകയായിരുന്നു, ഞാനൊന്ന് സീതയുടെ വീട് വരെ പോയി വന്നാലോ എന്ന്.
ദേവേട്ടൻ ഉണരാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ, മീര പറഞ്ഞു. സാധാരണ രീതിയിൽ പറയുന്ന അവളെ കണ്ടപ്പോഴാണ് ദേവന് സമാധാനമായത്. അവൻ മീരയെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നാൽ പോയിട്ട് വാ. ഞാൻ വരണോ? അല്ലെങ്കിൽ നീ തനിച്ചു പോകുമോ? ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടോ? ദേവൻ ചോദിച്ചു. വേണ്ട ദേവേട്ട, ഞാൻ പോയിട്ട് വേഗം വരാം. മക്കളെ നോക്കിക്കോണേ, മീര പറഞ്ഞു. ദേവൻ അതിനൊന്ന് തലയാട്ടി. ആ പിന്നെയില്ലേ ദേവേട്ട, എനിക്കെന്തേലും പൈസ തരുമോ? അവിടെ മക്കളുള്ളതല്ലേ, നമ്മളൊന്നും വാങ്ങിയില്ലല്ലോ. ഒന്നുമില്ലാതെ എങ്ങനെയാ അവിടേക്ക് കയറി ചെല്ലുന്നേ? മീര പറഞ്ഞതും ദേവനൊന്ന് അവളെ നോക്കി ചിരിച്ചു. ഇതെന്തിനാ എന്നോട് ചോദിക്കുന്നേ? നിനക്ക് വേണ്ടത് എടുത്തുകൂടെ? പറഞ്ഞുകൊണ്ട് ദേവൻ പേഴ്സിൽ നിന്നും ഒരു 500-ന്റെ നോട്ടെടുത്ത് അവൾക്ക് കൊടുത്തു. ഇത് മതിയോ? അവൻ ചോദിച്ചു. മതി, എന്നാൽ ഞാൻ പോയിട്ട് വേഗം വരാം. അതും പറഞ്ഞ് അവൾ മുടി മാത്രം ഒന്ന് വാരിക്കെട്ടി പുറത്തേക്ക് നടന്നു. അമ്മയൊന്ന് സീതാന്റിയുടെ വീട്ടിൽ പോയിട്ട് വേഗം വരാം. ഉമ്മറത്തേക്ക് നടക്കുമ്പോൾ ഹാളിൽ ഇരുന്ന് കളിക്കുന്ന മക്കളോടായി അവൾ പറഞ്ഞു. ഒറ്റയ്ക്ക് പോകുമോ അമ്മേ? ഞാൻ വരണോ? അപ്പു ചോദിച്ചു. വേണ്ടടാ, അമ്മ പോയിട്ട് പെട്ടെന്ന് വരാം. അവൾ പറഞ്ഞതും അവരൊന്ന് അവളെ നോക്കി തലയാട്ടി. മക്കളെ നോക്കിയേക്കണേ ദേവേട്ട, ഉറങ്ങിയേക്കല്ലേ. മുറ്റത്തിറങ്ങി ചെരുപ്പിടുമ്പോൾ അവൾ വീണ്ടും ദേവനെ ഓർമ്മിപ്പിച്ചു. ആ നീ ചെല്ല്, ഞാൻ നോക്കിക്കോളാം, ദേവൻ വീണ്ടും പറഞ്ഞു. അവളൊന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങി നടന്നു. ആ ഇടവഴിയിലൂടെ നടക്കുമ്പോൾ രാവിലെ അമ്പലത്തിൽ പോകുന്നതാണ് അവൾക്ക് ഓർമ്മ വന്നത്. പക്ഷെ അവൾക്ക് സങ്കടമൊന്നും തോന്നിയില്ല. കാരണം ഇവിടെ നിൽക്കുമ്പോൾ അത്രയും ആ സ്വപ്നം തന്നെ വേട്ടയാടിയിട്ടേയുള്ളൂ. നാട്ടിൽ നിൽക്കുമ്പോൾ നല്ല സമാധാനമുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്നും പോകുന്നത് തന്നെയാണ് നല്ലത്, അവൾ ചിന്തിച്ചു. കുറച്ചു ദൂരം മുൻപോട്ട് നടന്നതും സീതയുടെ വീടെത്തിയിരുന്നു. അവൾ ആ ചെമ്പരത്തിവേലി കടന്ന് മുറ്റത്തെത്തി. സീതേ, അവൾ വിളിച്ചു. പക്ഷേ ആരും വിളി കേൾക്കുന്നില്ല. അകത്തുനിന്നും ആരും പുറത്തേക്ക് വരുന്നുമില്ല. ഇവിടെയെങ്ങും ആരുമില്ലേ? ആരുടെയും ശബ്ദമൊന്നും കേൾക്കാതെ അവൾ സംശയിച്ചു. സീതേ, അവൾ വീണ്ടും വിളിച്ചു. കുറച്ചു കഴിഞ്ഞതും അകത്തുനിന്നും സീത പുറത്തേക്കിറങ്ങി വന്നു. മീരയെ കണ്ടതും സീതയുടെ കണ്ണുകൾ വിടർന്നു. മീരേ, നീയോ? നീ എപ്പോ വന്നു? സീത വേഗം മീരയ്ക്കരികിലേക്ക് ഇറങ്ങിച്ചെന്ന് അവളുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു. സീതയുടെ കണ്ണുകളിൽ മീരയെ കണ്ട സന്തോഷമാണെങ്കിൽ സീതയെ കണ്ട ഞെട്ടലിലായിരുന്നു മീര. അവളെ ഇങ്ങനെ താൻ പ്രതീക്ഷിച്ചതേയില്ല. പണ്ടത്തെ അവളുടെ ഭംഗിയൊക്കെ എങ്ങോ പോയി മറിഞ്ഞതുപോലെ. ഒരുപാട് കരഞ്ഞാലുള്ളതുപോലെ അവളുടെ കൺതടങ്ങൾ നീരുവെച്ച് വീർത്തിരിക്കുന്നു. ആകെ കോലം കെട്ടു പോയിരിക്കുന്നു അവൾ. എന്താ സീതേ, എന്തുപറ്റി? നീ വല്ലാതെ ക്ഷീണിച്ചല്ലോ. നീ കരഞ്ഞോ? മീര അതാണ് സീതയോട് ചോദിച്ചത്. അതിന് സീതയൊന്ന് മീരയെ നോക്കി ചിരിച്ചു. പറയാം, നീ അകത്തേക്ക് വാ. അല്ല, നീ പറഞ്ഞില്ലല്ലോ, എപ്പോഴാ വന്നത്? മീരയെ കൂട്ടി അകത്തേക്ക് നടക്കുന്നതിനിടയിൽ സീത ചോദിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ്. നാളെ സാധനങ്ങളെല്ലാം കൊണ്ടുപോവാണ്. എന്നോ വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. മഴയായതുകൊണ്ടാണ് നീണ്ടുപോയത്. എല്ലാ മക്കൾ എവിടെ? ഞാൻ അവർക്കൊന്നും വാങ്ങിയില്ല. ഇതിന് മക്കൾക്കെന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. പറഞ്ഞുകൊണ്ട് മീര സീതയുടെ കയ്യിലേക്ക് ആ 500 രൂപ വെച്ചു കൊടുത്തു. ഏയ്, ഇതൊന്നും വേണ്ട മീരേ, നീ വന്നല്ലോ, എനിക്കതു മതി. സീത ആ പൈസ സ്നേഹത്തോടെ തന്നെ നിരസിച്ചു. പറയുന്നത് കേൾക്ക് സീതേ, ഇത് നിനക്കല്ല, മക്കൾക്കാണ്. നീ ഇത് വാങ്ങിയില്ലെങ്കിൽ എനിക്കെന്തോ പോലെയാകും. മീര വീണ്ടും സീതയെ നിർബന്ധിച്ചു. അവളുടെ കയ്യിൽ ബലമായി തന്നെ ആ പൈസ പിടിപ്പിച്ചു. മക്കളെവിടെ? അവൾ വീണ്ടും ചോദിച്ചു. അവരിതേ അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയതാ. പോയതല്ല, ഞാൻ പറഞ്ഞയച്ചതാ. പറയുമ്പോൾ സീത കരഞ്ഞു പോയിരുന്നു. മീര അവളെ തന്നെ ഒന്ന് നോക്കി. എന്തുപറ്റി? എന്താണേലും പറയ്, മീര അവളോട് പറഞ്ഞു. നിനക്കറിയാത്തത് ഒന്നുമില്ല മീരേ, കള്ളുകൂടി തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ കുറച്ചധിക. 2 ആഴ്ചയായിട്ട് എന്നും കുടിച്ചു വന്ന് തല്ലും വഴക്ക. മക്കൾക്ക് ഇതൊക്കെ ശീലമാണെങ്കിലും ഇങ്ങനെ എന്നും വന്ന് തല്ലുന്നത് ആദ്യമായിട്ടാ. ഇന്ന് കുറച്ചു മുൻപ് അങ്ങേരി ഇവിടെ വന്നിരുന്നു. വരുന്നത് ദൂരെ നിന്നേ കണ്ടതുകൊണ്ട് കളിക്കാനെന്നും പറഞ്ഞ് ഞാൻ അവരെ അപ്പുറത്തേക്ക് പറഞ്ഞയച്ചു. എന്നെ തല്ലുന്നത് കാണുന്നത് മാത്രമല്ല, ചെറിയ മക്കളാണെന്ന് പോലും ഓർക്കാതെ അവർക്കും കിട്ടും തല്ല്. അവർക്കറിയില്ല, കുടിച്ചു വരുന്ന അച്ഛനെ പേടിച്ചാണ് ഞാൻ അവരെ അങ്ങോട്ട് പറഞ്ഞയച്ചതെന്ന്. പാവം, ഒന്നും അറിയാതെ കളിക്കുക എൻ്റെ മക്കള്. സീത പറയുന്നതിൻ്റെ കൂടെ കരയുന്നുണ്ട്. കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് അവൾ വീണ്ടും പറഞ്ഞു. ശരിക്കും മടുത്തു മീരേ എനിക്ക്.
എൻ്റെ മക്കളുള്ളതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. ചിലപ്പോൾ തോന്നും മക്കളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടാലോ എന്ന്. പക്ഷേ അതിനയാൾ സമ്മതിക്കില്ല. അല്ലെങ്കിൽ പിന്നെ അയാളെ ഞാൻ കൊല്ലണം. വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്തു പോകും. പക്ഷേ അങ്ങനെ ചെയ്താൽ ഞാൻ ജയിലിൽ പോകേണ്ടി വരും. അപ്പോൾ പിന്നെ എൻ്റെ മക്കൾക്ക് ആരാ ഉണ്ടാവുക? അവരെങ്ങനെയാ ജീവിക്കുക? സ്വന്തം അച്ഛനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ അവരെ ജീവിക്കാൻ വിടില്ല. എൻ്റെ ജീവിതമോ ഇങ്ങനെയായി. ഒന്നും അറിയാത്ത എൻ്റെ മക്കൾ കഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് മാത്ര ഞാൻ എല്ലാം സഹിച്ച് ഇവിടെ നിൽക്കുന്നേ. സീത കരഞ്ഞുകൊണ്ട് വീണ്ടും പറഞ്ഞു. മീരയ്ക്ക് എന്ത് പറയണമെന്നറിഞ്ഞില്ല. തൻ്റെ മക്കളെപ്പോലെയുള്ള 2 മക്കൾ ഒന്നും അറിയാതെ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ അവർ അനുഭവിക്കുന്നത് എന്തൊക്കെയാണ്. അവൾക്ക് അവരെ ഓർത്ത് വല്ലാത്ത സങ്കടം തോന്നി. കരയല്ലേ സീതേ, എല്ലാം ശരിയാകും, മീര പറഞ്ഞു. സീത അവളെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഒന്നും ശരിയാകാൻ പോകുന്നില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. നിന്നെ ഞാൻ ശരിക്കും മിസ് ചെയ്തു. ഒരുപാട് സങ്കടം വരുമ്പോൾ തോന്നും, നീ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എത്ര ആശ്വാസമായേനെ എന്ന്. നിന്റെ വീടിൻ്റെ അവിടെ എത്തുമ്പോൾ ഞാൻ അവിടേക്ക് നോക്കി നിൽക്കും. നീ അവിടെ നിന്ന് എന്നെ വിളിക്കുന്നത് പോലെ തോന്നും. അപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നും. എനിക്ക് നീ ഒരു കൂട്ടുകാരിയല്ല, സ്വന്തം കൂടപ്പിറപ്പായിരുന്നെന്ന് അപ്പോഴാ എനിക്ക് മനസ്സിലായത്. പിന്നെ നിങ്ങൾക്ക് പോകേണ്ടി വന്നാൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. മാറ്റം കിട്ടിയാൽ എന്തു ചെയ്യാനാണ്? പറഞ്ഞു കഴിഞ്ഞതും മീര അവളെ ഇറുക്കെ പുണർന്നു. മീര കരയുകയായിരുന്നു അപ്പോൾ. തൻ്റെ മനസ്സിൽ എന്തെന്ന് സീതയോട് തുറന്നു പറയാൻ പറ്റില്ലല്ലോ. വീണ്ടും ഒത്തിരി സമയം സീതയുടെ കൂടെ ഇരുന്ന ശേഷമാണ് മീര അവിടെ നിന്നും തിരിച്ചു പോന്നത്. നീ നാളെ പോകുമല്ലേ? അവിടെ നിന്നും ഇറങ്ങുമ്പോൾ സീത അതാണ് മീരയോട് ചോദിച്ചത്. മീരയ്ക്ക് എന്തു പറയണമെന്നറിഞ്ഞില്ല. അവളൊന്ന് മൂളിയതേയുള്ളൂ. തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ മീരയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. സീത പറഞ്ഞ കാര്യങ്ങൾ അവൾക്കുള്ളിൽ നിറഞ്ഞു നിന്നു. അവളുടെ മക്കളുടെ മുഖം അവൾക്കുള്ളിലേക്ക് ഓടി വന്നു. ഏറ്റവും ഒടുവിലായി താൻ ഇല്ലാത്ത സമയം തന്നെയോർത്ത് അവൾ സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്, താൻ അവൾക്കൊരു കൂടപ്പിറപ്പായിരുന്നു എന്ന് പറഞ്ഞത് എല്ലാം മീരയുടെ കാതുകളിൽ നിറഞ്ഞു നിന്നു. അവൾക്ക് വല്ലാത്തൊരു വല്ലായ്മ തോന്നി. ദേവേട്ടന് ജോലിക്ക് മാറ്റം കിട്ടിയതുകൊണ്ടാണ് ഇവിടെ നിന്നും പോയത് എന്നാണ് സീത വിചാരിച്ചിരിക്കുന്നത്. അതങ്ങനെയല്ലെന്ന് അവൾക്കറിയില്ലല്ലോ. അതിനു പിന്നിലെ കാരണമെന്തെന്ന് തനിക്ക് മാത്രമല്ലേ അറിയൂ. ആ സ്വപ്നം എന്താണെന്ന് പോലും ദേവേട്ടൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. എല്ലാം തൻ്റെ വെറും തോന്നലാണെങ്കിലും താൻ അനുഭവിച്ചത് എന്താണെന്ന് തനിക്ക് മാത്രമേ അറിയൂ. അറിഞ്ഞുകൊണ്ട് സീതയ്ക്ക് ഒരു ദോഷം വരാൻ താൻ ഒന്നും ചെയ്തിട്ടില്ല. എങ്കിലും ഇപ്പോൾ സീതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സ് പറയുന്നു. അവൾ പറയുന്നത് പോലെ അവളുടെ കൂടപ്പിറപ്പിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. വീടെത്തുന്നതുവരെ മീരയുടെ ചിന്ത അതായിരുന്നു. വീടിൻ്റെ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കയറിയതും കാണുന്നത് മുറ്റത്തു നിന്നും ഫുട്ബോൾ കളിക്കുന്ന അച്ഛനെയും മക്കളെയുമാണ്. അവരെ കണ്ടതും അവൾക്ക് ഓർമ്മ വന്നത് കുടിച്ച് ചൂടായി തല്ലാൻ വരുന്ന അച്ഛനും അച്ഛനെ പേടിച്ച് അപ്പുറത്തെ വീട്ടിലേക്ക് പോകേണ്ടി വരുന്ന മക്കളെയുമാണ്. പാവം, ആ മക്കളെ ഓർത്ത് അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവൾ മുറിയിലേക്ക് ചെന്നു. മുറിയിലെത്തി കട്ടിലിരിക്കുമ്പോഴും അവളുടെ ചിന്ത സീതയെയും മക്കളെയും കുറിച്ചായിരുന്നു. അവൾക്ക് പിറകെ മുറിയിലേക്ക് വന്ന ദേവൻ കാണുന്നത് എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മീരയെയാണ്. എന്തുപറ്റി? ദേവൻ ചോദിച്ചു. അവൾ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ ദേവനും വല്ലാതെയായി. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടെന്താ? നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ദേവൻ അവളോട് ചോദിച്ചു. മീര അവനെ ഒന്ന് നോക്കി. എന്തെങ്കിലും ചെയ്യണം ദേവേട്ടാ, പ്ലീസ്. നമ്മളെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും അവൾക്കും മക്കൾക്കും വേണ്ടി ചെയ്യണം. എനിക്കവൾ പറഞ്ഞതു കേട്ടിട്ട് ശരിക്കും വല്ലാതെയാകുന്നു. മീര പറഞ്ഞതു കേട്ട് ദേവനൊന്ന് ആലോചിച്ചു. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. നീ ഇനി അതാലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ദേവൻ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. മീര ചെറിയൊരു ആശ്വാസത്തോടെ ദേവനെ ഒന്ന് നോക്കി. പിറ്റേന്ന് തന്നെ സാധനങ്ങളെല്ലാം ലോറിയിൽ കയറ്റി നാട്ടിലേക്ക് അയച്ചു. വീടും മുറ്റവും ഒരുപോലെ അടിച്ചുവാരി വൃത്തിയാക്കി. വീട്ടിലെ ഓരോ പൊട്ടും പൊടിയും പോലും അവർ തുടച്ചു വൃത്തിയാക്കിയിരുന്നു. എല്ലാം കഴിഞ്ഞ് വീടിൻ്റെ താക്കോൽ ഉടമസ്ഥനെ ഏൽപ്പിച്ച് അവിടെ നിന്നിറങ്ങുമ്പോൾ അവരൊന്നുകൂടി തിരിഞ്ഞ വീടിനെ നോക്കി. ആ സമയം എന്തോ ഒരു വിഷമം അവരെ വന്നു പൊതിഞ്ഞു. ഒത്തിരി നല്ല നിമിഷങ്ങളും അതുപോലെ സമാധാനം കളഞ്ഞ നിമിഷങ്ങളും ഇവിടെയുണ്ടായിട്ടുണ്ട്. എങ്കിലും ഒരിക്കൽ പോലും തങ്ങൾ തമ്മിലൊരു വാക്കുപോര് പോലും ഉണ്ടായിട്ടില്ലെന്ന് അവരോർത്തു.
വാ കേറ്, മീരയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു. അവൾ ഒന്നുകൂടി ആ വീടിനെ തിരിഞ്ഞു നോക്കിയ ശേഷം കാറിലേക്ക് കയറി. സീതയുടെ വീടിനു മുൻപിലെത്തിയതും അവരുടെ കാർ നിന്നു. അവരുടെ കാർ വന്നു നിന്നത് കണ്ട് വീട് പൂട്ടി തയ്യാറായി നിന്നിരുന്ന സീതയും മക്കളും കൂടെ സീതയുടെ ഭർത്താവും അവർക്കരികിലേക്ക് ചെന്നു. വാ കേറ്, ദേവൻ ചിരിച്ചുകൊണ്ട് തന്നെ അരവിന്ദിനോട് പറഞ്ഞതും അവനൊന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. മീര ആദ്യമേ പിറകിലായിരുന്നു ഇരുന്നിരുന്നത്. വാ സീതേ, മക്കളെ വാ, മീര അവളെയും മക്കളെയും നോക്കി പറഞ്ഞു. സീത അവൾക്കരികിലിരുന്നപ്പോൾ മക്കളെല്ലാവരും ഒരുമിച്ചാണ് ഇരുന്നത്. എല്ലാം ശരിയാകുമെന്ന രീതിയിൽ മീര സീതയുടെ കയ്യിൽ പിടിച്ചതും സീത അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഇന്നലെ രാത്രി ദേവനും മീരയും കൂടി ആലോചിച്ച് ദേവന് പരിചയമുള്ള നാട്ടിലെ ഡി അഡിക്ഷൻ സെന്ററിൽ അരവിന്ദിനെ ചേർത്താമെന്ന് തീരുമാനിച്ചു. രാവിലെ ചെന്ന് സീതയോടും ഭർത്താവിനോടും പറഞ്ഞപ്പോൾ സീതയുടെ കണ്ണുകളിൽ പ്രതീക്ഷ ആയിരുന്നെങ്കിൽ അയാൾ അതിന് സമ്മതിച്ചില്ല. അവസാനം സീത ഓരോന്ന് എണ്ണിപ്പെറുക്കി പറഞ്ഞ് കരഞ്ഞു കാലുപിടിച്ചു. മക്കളുകൂടി കരഞ്ഞ് അയാളോട് പറഞ്ഞതും അയാൾ അതിന് സമ്മതിച്ചു. സീത അയാൾക്ക് കൂട്ടിനായി നിൽക്കണം. അപ്പോൾ മക്കളെ എവിടെ നിർത്തുമെന്നായിരുന്നു സീതയ്ക്ക്. മക്കളെ താൻ കൊണ്ടുപോയിക്കോളാമെന്നും അവർ തൻ്റെ മക്കളുടെ കൂടെ വീട്ടിൽ നിന്നോളുമെന്നും മീര പറഞ്ഞു. മുങ്ങിത്താഴാൻ പോകുമ്പോൾ പിടിച്ചു കയറാൻ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയതുപോലെയായിരുന്നു സീതയ്ക്ക്. മുൻപിലൊരു വെളിച്ചം കാണുന്നത് പോലെ. അവൾ നന്ദിയോടെ മീരയെ ഒന്ന് നോക്കി. മീര അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ഇന്നാണ് സീതയും ഭർത്താവും ഡിസ്ചാർജായി വരുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് മക്കൾ. ഇടയ്ക്ക് അവരെയും കൂട്ടി ദേവനും മീരയും ഡി അഡിക്ഷൻ സെന്ററിൽ പോകുമായിരുന്നു. അപ്പോഴൊക്കെയും അച്ഛനിൽ കണ്ടുവരുന്ന മാറ്റം അവർക്ക് അത്ഭുതമായിരുന്നു. സ്വപ്നത്തിൽ കണ്ടതുപോലെയുള്ള തങ്ങളെയും അമ്മയെയും തല്ലാത്ത സ്നേഹിക്കുന്ന അച്ഛനെ കിട്ടുന്ന സന്തോഷത്തിലായിരുന്നു അവർ. രാവിലെ മുതൽ അച്ഛനും അമ്മയും വരുന്നതും കാത്ത് വീടിൻ്റെ ഉമ്മറത്ത് വന്നു നോക്കി നിൽക്കുകയാണ് അവർ. ദേവനാണ് അവരെ വിളിക്കാൻ പോയിരിക്കുന്നത്. ദേവന്റെ അച്ഛനും അമ്മയ്ക്കും സീതയുടെ മക്കളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. യാതൊരു കുരുത്തക്കേടുമില്ലാത്ത അനുസരണയുള്ള രണ്ടു മക്കൾ. അവരെ സ്നേഹിക്കാതെ ഇരിക്കാൻ ആർക്കാണാവുക? ഉമ്മറത്ത് അക്ഷമയോടെ നിൽക്കുന്ന അവരെ നോക്കി മീരയും ദേവന്റെ അച്ഛനും അമ്മയുമെല്ലാം ഉമ്മറത്ത് തന്നെയുണ്ടായിരുന്നു. മക്കളെല്ലാം ഒരുമിച്ചാണ്. ആ 4 പേരും കൂടപ്പിറപ്പുകളല്ലെന്ന് ആരും പറയില്ല. അത്രമേൽ സ്നേഹത്തിലായിരുന്നു അവർ. കുറച്ചു കഴിഞ്ഞതും ദേവന്റെ കാർ ആ മുറ്റത്ത് വന്നു നിന്നു. ഡോർ തുറന്ന് അവർ ഇറങ്ങുന്നതിന് മുൻപേ മക്കൾ 2 പേരും അവർക്കരികിലേക്ക് ഓടിയിരുന്നു. മദ്യത്തിൽ നിന്നും പൂർണ്ണമായും മോചിതനായ അയാൾ തൻ്റെ മക്കളെ ആദ്യം കാണുന്നത് പോലെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. അവരും അയാളിലേക്ക് സ്നേഹത്തോടെ ചേർന്നു നിന്നു. സീതയ്ക്കും നല്ല മാറ്റമുണ്ട്. ആ പഴയ ഭംഗി തിരിച്ചു വന്നതുപോലെ, കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുള്ളതുപോലെ. അവൾ വന്ന് മീരയെ കെട്ടിപ്പിടിച്ചു. മീര തിരിച്ചും അവളെ പുണർന്നു. അവിടെ തന്നെ നിന്നാൽ എങ്ങനെയാ, അകത്തേക്ക് വാ, ദേവന്റെ അച്ഛൻ പറഞ്ഞതും അവർ അകത്തേക്ക് കയറി. അന്ന് അവിടെ ഒരു ഉത്സവം പോലെയായിരുന്നു. വലിയൊരു സദ്യ തന്നെ ഉണ്ടാക്കി. എല്ലാം കണ്ട് സീതയുടെയും അരവിന്ദിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. സ്നേഹത്തോടെ സന്തോഷത്തോടെ അരവിന്ദിനോട് ചേർന്നു നിൽക്കുന്ന സീതയെ കാണുമ്പോൾ മീരയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അതിലുപരി വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു. അവളെ കാണാൻ പോയിട്ടില്ലായിരുന്നെങ്കിൽ, അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അവളും മക്കളും ആ നരകത്തിൽ തന്നെ കിടന്നേനെ. മീരയൊരു നെടുവീർപ്പോടെ ഓർത്തു. തിരികെ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയവരെ ദേവന്റെ അച്ഛനാണ് തടഞ്ഞത്. അവിടെ ചെന്നാൽ വീണ്ടും അവിടത്തെ കൂട്ടുകെട്ടുകൾ തന്നെയൊരു മദ്യപാനിയാക്കും. ഈ പെണ്ണിൻ്റെയും മക്കളുടെയും ജീവിതം പിന്നെയും കഷ്ടത്തിലാകും. അതുകൊണ്ട് തിരിച്ച് ഇനി അവിടേക്ക് പോകേണ്ട, ആരുമില്ലെന്ന് കരുതേണ്ട, ഇവിടെയുള്ളവരും നിങ്ങളുടെ സ്വന്തം തന്നെയാണ് എന്ന് ദേവന്റെ അച്ഛൻ പറയുമ്പോൾ സീതയുടെയും അരവിന്ദിൻ്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. മക്കൾക്കും ഇവിടെ തന്നെ നിൽക്കാനായിരുന്നു ഇഷ്ടം. അത്രമേൽ അവർക്ക് ഇവിടം ഇഷ്ടമായിരുന്നു. മീരയും ദേവനും കൂടി നിർബന്ധിച്ചതും അവരതിന് സമ്മതിച്ചു. സീതയ്ക്കും തിരിച്ച് അവിടേക്ക് പോകാൻ പേടിയുണ്ടായിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ട് കിട്ടിയ ജീവിതമാണ്. അതിനിയും നഷ്ടപ്പെടുത്താൻ അവൾക്ക് മനസ്സുണ്ടായിരുന്നില്ല. അവസാനം ദേവന്റെ പരിചയത്തിൽ ഒരു വാടക വീട് കണ്ടുപിടിച്ച് അവിടേക്ക് മാറി. ദേവന്റെ പരിചയത്തിൽ അവനൊരു കൂലിപ്പണിയും ശരിയാക്കി കൊടുത്തു. ഇനി അവിടെയുള്ള ആ വീടും സ്ഥലവും വിറ്റ് ഇവിടെയൊരു കുഞ്ഞു വീട് വാങ്ങുകയോ കുറച്ച് സ്ഥലം വാങ്ങി വീട് വെക്കുകയോ വേണം. ഇപ്പോൾ 2 കുടുംബവും അതീവ സന്തോഷത്തിലാണ്.
ഇത്ര കാലം കഷ്ടപ്പെട്ടതിന് ആ മക്കൾക്ക് നല്ലൊരു ബാല്യകാലം തിരിച്ചു കിട്ടിയിരിക്കുന്നു. സീതയ്ക്കും അതെ. ഭർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞിട്ടില്ലാത്ത അവൾ ഇന്ന് ആവോളം ആ സ്നേഹം അനുഭവിക്കുന്നു. മദ്യത്തിനേക്കാൾ സ്നേഹമാണ്, കുടുംബമാണ്, ഭാര്യയാണ്, മക്കളാണ് ലഹരിയെന്ന് അരവിന്ദും മനസ്സിലാക്കിയിരിക്കുന്നു. മീരയുടെ മനസ്സ് നല്ലതല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊന്നും സന്തോഷത്തിൽ അവസാനിക്കണമെന്നില്ലായിരുന്നു. ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സ്വയം മനസ്സിലാക്കുകയും സീതയെ ഒരു കൂടപ്പിറപ്പുമായി കണ്ടതുകൊണ്ടുമായിരിക്കാം ഇന്നെല്ലാവരും സന്തോഷത്തിലായിരിക്കുന്നത്. സംശയമല്ല, ശത്രുതയല്ല, സ്നേഹം തന്നെയാണ് ഏറ്റവും വലുത്. സമാധാനവും സന്തോഷവും സ്നേഹത്തിൽ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാൻ കഴിയട്ടെ.